Hi everyone, this is Shafi Muhammad. Welcome to this new video. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിജയിക്കാൻ ലക്ഷ്യം സെറ്റ് ചെയ്യേണ്ടതുണ്ടോ, ഗോൾ സെറ്റ് ചെയ്യേണ്ടതുണ്ടോ. ഒരുപാട് ആൾക്കാർ ഒരു പ്രത്യേക അഭിപ്രായമുള്ളതുകൊണ്ട് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ എന്ത് ചെയ്യാണ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മളത് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് നേടിയെടുക്കാൻ പറ്റും. പക്ഷേ ചില ആൾക്കാരെന്ന് വെച്ചാൽ വളരെ വ്യക്തമായിട്ട് ഗോളുകൾ സെറ്റ് ചെയ്ത് പോകണം എന്ന് പറയുന്നവരാണ്. ഏതാണ് ശരി? നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇനി ഗോളുകൾ നിങ്ങൾ സെറ്റ് ചെയ്യുകയാണ് എങ്കിൽ എന്തുകൊണ്ട് ഗോൾ സെറ്റ് ചെയ്യണം? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നിവിടെ ഞാൻ നിങ്ങളോട് എന്ത് ചെയ്യണം, 10ഓളം പോയിന്റുകൾ ഷെയർ ചെയ്യുകയാണ്. ഓക്കെ, ഒരു ബോണസ് പോയിന്റ് ആയിട്ട് 11ാമത്തെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ വെദർ വി നീഡ് ടു സെറ്റ് ഗോൾസ് ഓർ നോട്ട്. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഒരു വ്യക്തി ഒരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന ആദ്യത്തെ നേട്ടം എന്ന് പറയുന്നത് ഹി ക്യാൻ ടേക്ക് ബാക്ക് ദ കൺട്രോൾ ഓഫ് ഹിസ് ലൈഫ്. അതായത് ജീവിതത്തിൻ്റെ നിയന്ത്രണം നമുക്ക് ഏറ്റെടുക്കാൻ പറ്റും. പലപ്പോഴും ഗോളുകളില്ലാത്ത വ്യക്തികൾ എന്ന് പറയുന്നത് എന്താണ്, മറ്റുള്ളവരുടെ ഗോളുകൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾക്കൊരു വ്യക്തമായിട്ടുള്ള ഗോൾ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, യുവർ ലൈഫ് ബിക്കം എ റിയാക്ഷൻ ടു അതർ പീപ്പിൾസ് ഡിമാൻഡ്സ്. മറ്റുള്ളവരുടെ ഡിമാൻഡ്സുകൾക്ക് വേണ്ടി നമുക്കൊരു വ്യക്തമായ ലക്ഷ്യമില്ലെങ്കിൽ നമ്മളൊരു ദിവസം രാവിലെ എണീക്കുന്നു, എന്താണ് നമുക്ക് ചെയ്യാനെന്ന് അറിയില്ല, നമ്മൾ വീട്ടിൽ കുറേ നേരം സമയം സ്പെൻഡ് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ സമയം സ്പെൻഡ് ചെയ്യുമായിരിക്കും. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടുകാർ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ അവർ ഓരോ ജോലികൾ നമ്മളെ ഏൽപ്പിക്കാൻ തുടങ്ങും. അതല്ലെങ്കിൽ നമ്മളെന്ന് വെച്ചാൽ നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ഗോൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു കമ്പനിയിൽ പോയിട്ട് വർക്ക് ചെയ്യും. ആ കമ്പനി എന്ത് ചെയ്യും, നമ്മളെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നുണ്ടോ. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഗോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുകയാണ്. നിങ്ങളുടെ ലൈഫിൻ്റെ കൺട്രോള് നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങൾക്കൊരു ദിവസം എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തീരുമാനമെടുക്കാൻ പറ്റും, മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കൊരു ദിശയുണ്ട്. നിങ്ങൾ കറക്റ്റായിട്ട് കൺട്രോൾഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൻ്റെ കൺട്രോൾ നിങ്ങളുടെ കൈകളിലാണ്. വേറെ കുറേ ആൾക്കാർ ഫ്രണ്ട്സ് എന്ത് പറയുന്നു, അവരെന്ത് ചെയ്യുന്നു, ഇവരെന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി സോഷ്യൽ മീഡിയയിൽ എന്ത് സംഭവിക്കുന്നു, സൊസൈറ്റിയിൽ എന്ത് സംഭവിക്കുന്നു, അതിനോട് റിയാക്ട് ചെയ്തിട്ട് അതിലേക്ക് നിങ്ങളുടെ ടൈമും അതിലേക്ക് നിങ്ങളുടെ ലൈഫും വഴുതി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകില്ല. യു ക്യാൻ ടേക്ക് ബാക്ക് ദ കൺട്രോൾ ഓഫ് യുവർ ലൈഫ്. സോ ദാറ്റ് ഈസ് എ ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഗെറ്റ് മാക്സിമം റിസൾട്ട്. ഒരു ലക്ഷ്യം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മാക്സിമം റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ലക്ഷ്യം സെറ്റ് ചെയ്തിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ ചെയ്യുന്ന ഓരോ ടാസ്കുകളുണ്ടാവും ഓരോ ദിവസവും. ആ ടാസ്കുകൾ ഓരോന്നും നമുക്കതിൽ നിന്ന് മാക്സിമം പ്രൊഡക്ടിവിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടേണ്ട റിസൾട്ട് എന്താണ് എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ ഡിസയർഡ് റിസൾട്ടിനെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം റിസൾട്ട് അതിൽ നിന്ന് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ലൈഫിൽ, ഓവറോൾ ലൈഫിലാണെങ്കിലും ശരി, ഓരോ പ്രത്യേക ടാസ്കുകൾ ചെയ്യുന്നതാണെങ്കിലും ശരി, ഇതിനൊക്കെ നമ്മൾ ഗോളുകൾ സെറ്റ് ചെയ്യുമ്പോൾ മാക്സിമം റിസൾട്ട് എന്താണോ അത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മളെ ഇത് സഹായിക്കും. ഗോൾ സെറ്റ് ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എന്താണ് വേണ്ടത് എന്നുള്ള റിസൾട്ടിനെ കുറിച്ച് വ്യക്തമായ ധാരണയില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്ന റിസൾട്ട് എന്തായിരിക്കില്ല, അതൊരു ആക്യുറേറ്റ് ആയിട്ടുള്ള അതിൻ്റെ മാക്സിമം റിസൾട്ട് എന്താണ് എന്നുള്ളതിലേക്ക് നോക്കിയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് ആ മാക്സിമം റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യുന്നത് ആ മാക്സിമം റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള രീതിയിലായിരിക്കണം. വി ഷുഡ് റേസ് അവർ സ്റ്റാൻഡേർഡ്. ആ രൂപത്തിലേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം റിസൾട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ ലെറ്റ്സ് ഗോ ടു ദ തേർഡ് പോയിന്റ്. ഇറ്റ് വിൽ ക്രിയേറ്റ് എ ലേസർ ഫോക്കസ്. അതായത് നമ്മൾ അധികം ആൾക്കാരുടെയും ഒരു ജീവിതത്തിൽ പലപ്പോഴും, ഇന്നിപ്പോൾ ഈ ഒരു മാസം ഡിസംബർ മാസമാണ്, അപ്പം അധികം ആൾക്കാരും എന്ത് ചെയ്യും, ഈ ഡിസംബർ 31 തീരുമാനമെടുക്കും, എന്ത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നു മുതൽ ഞാൻ എന്ത് ചെയ്യും, മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നതാണ്, മികച്ച രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നതാണ്, നല്ല വ്യക്തിയായിട്ട് മാറുന്നതാണ്. പക്ഷേ ഇവർ ഗോളുകൾ സെറ്റ് ചെയ്യില്ല. അങ്ങനെ ഗോളുകൾ സെറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് ഫസ്റ്റ് ഡേ ഇവർക്ക് എന്ത് ചെയ്യണം എന്നുള്ളത്, അല്ലെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യണം അറിയാം. ആ ഫസ്റ്റ് ഡേയിൽ ഇവർ എന്ത് ചെയ്യും, കറക്റ്റായിട്ട് ചെയ്തു പോകാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ അവർ കുറച്ച് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് കറക്റ്റായിട്ട് അച്ചീവ് ചെയ്തെടുക്കാൻ കഴിയാറില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ വീക്ക് ഗോളുകൾ എന്താണ്, ഒരു വീക്ക്ലി ഗോൾ എന്താണ്, മന്ത്ലി ഗോൾ എന്താണ്, ഇതിനെക്കുറിച്ച് അവർക്ക് വ്യക്തമായിട്ടുള്ള ധാരണയില്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ ഫോക്കസ് എന്ത് ചെയ്യും, മാറിക്കൊണ്ടിരിക്കും. അതായത് ഡിസ്ട്രാക്ഷൻസ് വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അതൊരു ഗോളായിട്ട് എഴുതി വെച്ചിട്ട് അതിനോട് ആത്മാർത്ഥത കാണിച്ചിട്ടില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രയോറിറ്റി നഷ്ടപ്പെടുകയും വേറെ പ്രയോറിറ്റി ഇല്ലാത്ത പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, നമ്മളുടെ കാര്യങ്ങളിലേക്ക് വരുന്നു, നമ്മളുടെ ശ്രദ്ധയിലേക്ക് വരികയും അറ്റൻഷനിലേക്ക് വരികയും, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള എന്തെങ്കിലും ഇഷ്യൂസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജ്, അതല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ, അതല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ എന്തെങ്കിലും ഡിമാൻഡ്സ്, ബന്ധുക്കളുടെ എന്തെങ്കിലും ഡിമാൻഡ്സ്, മറ്റുള്ള വ്യക്തികളുടെ ഡിമാൻഡ്സ്, ഇത് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ഒരു ഡിസ്ട്രാക്റ്റഡ് ആയി പോവുകയും ചെയ്യും. അപ്പോൾ ഗോൾ ഉണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഫോക്കസ് എന്ത് ചെയ്യുന്നു, വ്യക്തമായിട്ടുള്ള ഗോൾ, എത്ര കണ്ട് ക്ലാരിറ്റിയോടുകൂടി ഗോളുണ്ടോ അത്ര കണ്ട് ക്ലാരിറ്റിയുള്ള സൂപ്പർ
ഫോക്കസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ടാസ്കുകളിൽ, നമ്മളുടെ ഉത്തരവാദിത്തങ്ങളിൽ കറക്റ്റായിട്ട് മുന്നോട്ട് പോകാൻ ഇത് സഹായിക്കും. സോ ഇറ്റ് ക്രിയേറ്റ്സ് ലേസർ ഫോക്കസ് ഓൺ വാട്ട് യു ഡു. ലെറ്റ്സ് ഗോ ടു ദ ഫോർത്ത് പോയിന്റ്. ഫോർത്ത് പോയിന്റ് ഈസ് ലൈക്ക് ദിസ്: ഇറ്റ് ക്രിയേറ്റ്സ് അക്കൗണ്ടബിലിറ്റി. അതായത് നമ്മൾ അധികം ആൾക്കാരുടെയും ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മളൊരു ടാസ്ക് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ, ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അതിനോടൊരു ഉത്തരവാദിത്ത ബോധം പലപ്പോഴും നഷ്ടപ്പെടും. അതായത് നമ്മൾ കൺസിസ്റ്റൻസി ഉണ്ടാവില്ല, അതല്ലെങ്കിൽ ചെയ്യാതെ പോകുന്നു. ഒരു ദിവസം കേട്ടു, അത് പിന്നീട് എന്ത് ചെയ്യുന്നില്ല, കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നില്ല, അത് കറക്റ്റായിട്ട് ചെയ്യാതെ ഇങ്ങനെ തോന്നിയ രൂപത്തിൽ ചെയ്തു പോകുന്ന ഒരു സംഭവം ഉണ്ടാവാറുണ്ട്. ഈ പ്രോബ്ലം ഒഴിവാക്കാൻ ശരിക്കും പറഞ്ഞാൽ ഗോളുകൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ സബ് കോൺഷ്യസ്ലി അത് എന്ത് ചെയ്യും, നമ്മളെ ലോക്ക് ചെയ്യും. സബ് കോൺഷ്യസ്ലി നമുക്ക് എന്ത് ചെയ്യും, നമുക്കൊരു കുറ്റബോധം ഉണ്ടാകും അത് പിന്നീട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ അക്കൗണ്ടബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ, ഉത്തരവാദിത്ത ബോധം, നമ്മൾ ചെയ്യുന്നതിനോടുള്ള ഒരു ആത്മാർത്ഥത വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യും, ഈ പറഞ്ഞിരിക്കുന്ന ഗോൾ സെറ്റിംഗ് തീർച്ചയായിട്ടും സഹായിക്കും. സോ ലെറ്റ്സ് ഗോ ടു ദ ഫിഫ്ത്ത് പോയിന്റ്. ഇറ്റ് വിൽ മോട്ടിവേറ്റ് യു ടു വർക്ക് ഈവൻ ഹാർഡർ. അതായത് കൂടുതൽ ഹാർഡായിട്ട് വർക്ക് ചെയ്യാൻ, കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ, പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ നമ്മളെ ഗോളുകൾ സഹായിക്കുന്നതാണ്. ഗോളുകൾ എഴുതി വെച്ചിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നല്ല ഡെഡിക്കേഷനോടുകൂടി, താല്പര്യത്തോടുകൂടി വർക്ക് ചെയ്യാൻ നമുക്കത് എന്ത് ചെയ്യും, സഹായിക്കുന്നു. പല ദിവസങ്ങളിലും നമുക്ക് ഡൗൺ ആവുന്ന സാഹചര്യം ഉണ്ടാകും. പക്ഷേ നമ്മുടെ ഗോളുകൾ നമ്മൾ എടുത്ത് വായിച്ച് നോക്കുകയാണെങ്കിൽ, അതിലേക്കൊന്ന് ഓടിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് തിരിച്ച് വരികയും നമ്മൾ എന്തുകൊണ്ട് ഈ ഒരു ഗോള് എഴുതി വെച്ചു എന്നുള്ള ചിന്തകളൊക്കെ മനസ്സിലേക്ക് വരികയും നമ്മളെ അത് മോട്ടിവേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യും, നിരന്തരം സഹായിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഗോളുകൾ എഴുതി വെച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ മൊബൈലിൽ സ്ക്രീൻഷോട്ടായിട്ട് നമ്മൾ എഴുതി വെക്കുകയാണെങ്കിൽ എല്ലാ സമയവും നമ്മളത് കാണുന്നു, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിലേക്ക് എന്ത് ചെയ്യുന്നു, അതൊരു സബ്ലിമിനൽ മെസ്സേജ് ആയിട്ട് ചെല്ലും. അങ്ങനെ ആ ഒരു എല്ലാ ദിവസവും അത് കാണുമ്പോൾ ഓക്കെ ഇത് ചെയ്യണമല്ലോ, ഇത് ചെയ്യണമല്ലോ, ഇത് ചെയ്യണമല്ലോ. സോ അതിൽ നിന്ന് നമ്മൾ പിന്തിരിയാതെ അതിനോട് കണക്റ്റഡ് ആയിട്ട് നിൽക്കാൻ, ആ ഗോളിനോട് കണക്റ്റഡ് ആയിട്ട് നിൽക്കാനും ആ ഹാർഡ് വർക്ക് ചെയ്യാനും അതെന്ത് ചെയ്യും, നമ്മളെ നിരന്തരം മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സോ ലെറ്റ്സ് ഗോ ടു ദ സിക്സ്ത് പോയിന്റ്. ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു ബി ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ്. നിങ്ങളുടെ ബെസ്റ്റ് വേർഷൻ ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതായത് നമ്മളുടെ ഗോളുകൾ നമ്മൾ സെറ്റ് ചെയ്ത് പോകുമ്പോൾ ആ ഗോളുകൾ ഓരോന്നും പുതിയ പുതിയ ഗോളുകൾ എന്ത് ചെയ്യണം, വലിയ വലിയ ഗോളുകൾ. ഇപ്പോൾ ആദ്യം ഒരു ഗോൾ സെറ്റ് ചെയ്തു, അപ്പോൾ അത് നമ്മൾ അച്ചീവ് ചെയ്തു. അത് അച്ചീവ് ചെയ്യുമ്പോൾ നമ്മൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്. നമ്മൾ കൂടുതൽ കഴിവുള്ള വ്യക്തിയായി മാറുന്നു, കൂടുതൽ വിശാലമായിട്ട് ചിന്തിക്കാൻ പഠിക്കുന്നു. നെക്സ്റ്റ് ഗോൾ സെറ്റ് ചെയ്യുന്നു, അതും ഇതേപോലെ അച്ചീവ് ചെയ്യുന്നു, അത് കൂടുതൽ നമ്മളെ കഴിവുള്ള വ്യക്തിയാക്കി മാറ്റുന്നു. അതേപോലെ തന്നെ നെക്സ്റ്റ് ഗോൾ, അങ്ങനെ ബിഗർ ഗോളുകൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ബെസ്റ്റ് വേർഷനിലേക്ക് നമ്മളെ എന്ത് ചെയ്യാണ്, നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാൻ നമ്മളെ സഹായിക്കുകയാണ് ഇത്തരത്തിലുള്ള ഗോൾ സെറ്റിംഗ് പ്രോസസ്സിലൂടെ നമ്മൾ ചെയ്യുന്നത്. നല്ലൊരു വ്യക്തിയായിട്ട് മാറാൻ, നല്ല കഴിവുള്ള, നല്ല വിൽ പവറുള്ള, പക്വതയുള്ള, മെച്യൂരിറ്റിയുള്ള, ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് സംഭവിക്കുന്ന, പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറാൻ ഗോളുകൾ നമ്മളെ സഹായിക്കുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. സോ you can do that as well. Seventh point goes like this: it will help you to create best lifestyle. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫാമിലിക്ക് ഏറ്റവും മികച്ച ഒരു ജീവിത നിലവാരം കൊടുക്കണം, നല്ല വിദ്യാഭ്യാസം കൊടുക്കണം നിങ്ങളുടെ മക്കൾക്ക്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫ് സ്റ്റൈൽ, ലോകം മുഴുവൻ ട്രാവൽ ചെയ്യുന്നതായിരിക്കാം, ഇഷ്ടപ്പെട്ട കാറുകൾ സ്വന്തമാക്കുന്നതായിരിക്കാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സ്വപ്ന വീട് സ്വന്തമാക്കുന്നതായിരിക്കാം. അതല്ലെങ്കിൽ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടല്ലോ, നിങ്ങൾ ആഗ്രഹിക്കുന്ന സംഭവങ്ങൾ മുഴുവൻ അത് ക്രിയേറ്റ് ചെയ്യാൻ, ആ ഡ്രീം വെഹിക്കിൾ, ഡ്രീം ഹോം, ആ ഡ്രീം ജോബ്, ആ ഡ്രീം ഓഫീസ്, വാട്ട് എവർ ഇറ്റ് ഈസ്, ഡ്രീം ടീം, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ക്രിയേറ്റ് ചെയ്യാൻ ഇത് നിങ്ങൾ എന്ത് ചെയ്തു സഹായിക്കുന്നു, ആ ലൈഫ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാൻ. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇത് സഹായിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഗോൾ സെറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. യു ക്യാൻ ഡു, ബി, അച്ചീവ് വാട്ട് എവർ യു വാണ്ട്. All you have to do is set your goals and believe in it. എട്ടാമത്തെ പോയിന്റ് പറയുന്നത് വെച്ചാൽ ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു മാസ്റ്റർ യുവർ ക്രാഫ്റ്റ്. അതായത് നിങ്ങൾ ചെയ്യുന്ന ജോലി എന്താണോ ആ ജോലിയിൽ ഏറ്റവും മികച്ച കഴിവുള്ള വ്യക്തിയായിട്ട് മാറാൻ, നിങ്ങളുടെ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും ആ മേഖലയിൽ മാസ്റ്ററി നേടാനും നിങ്ങളെ ഇത് സഹായിക്കുന്നു ഗോൾ സെറ്റിംഗ്. അതായത് ഗോൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാം. നിങ്ങളുടെ ഗോൾ എന്ത് ചെയ്യാണ്, നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിലേക്കുള്ള ഒരു വേൾഡ് ക്ലാസ് ലെവലിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന, ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന, നിങ്ങളുടെ മേഖലയിലെ ഏറ്റവും ബെസ്റ്റ് ഇൻ ദ ഫീൽഡായിട്ട് മാറാൻ, നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ ഡോമിനേറ്റ് ചെയ്യാൻ, നിങ്ങളുടെ ആ ഒരു വർക്ക് ചെയ്യുന്നത് ഏറ്റവും മികച്ച രീതിയിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ ഗോളുകൾ സഹായിക്കും. കാരണം ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുകയാണത് എനിക്ക് ഇന്ന രീതിയിലുള്ള ക്വാളിറ്റി വർക്ക് എനിക്ക് ഇറക്കണം, എനിക്ക് വേൾഡ് ക്ലാസ് ലെവലുള്ള ക്വാളിറ്റി വർക്ക് എനിക്ക് ഇറക്കണം, എനിക്ക് ഹോളിവുഡ് മൂവി ലെവലുള്ള മൂവീസ് എനിക്ക് ഷൂട്ട് ചെയ്യണം എന്നുള്ളത് ഒരു സിനിമാറ്റോഗ്രാഫർ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ഇത്തരത്തിലുള്ള രീതിയിലുള്ള ഒരു മൂവി എനിക്ക് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ നമ്മുടെ സ്റ്റാൻഡേർഡ് റൈസ് ചെയ്യാൻ, നമ്മുടെ വർക്കിൻ്റെ നിലവാരം കൂട്ടിക്കൊണ്ടുവരാനും അതിൽ മികച്ച കഴിവുള്ള, അതിൽ മാസ്റ്ററി നേടുന്ന വ്യക്തിയായിട്ട് നമുക്ക് മാറാനും പറ്റും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കഴിവ് എന്താണോ അത് നിരന്തരം ഇമ്പ്രൂവ് ചെയ്ത്
ഇമ്പ്രൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിൽ മാസ്റ്ററി നേടുക. നമ്മൾ അതിലെന്തായിരിക്കണം, ബെസ്റ്റ് ഇൻ ദ വേൾഡ് ആയിട്ട് അല്ലെങ്കിൽ ബെസ്റ്റ് ഇൻ അവർ ഇൻഡസ്ട്രി ആയിട്ട് നമുക്ക് മാറാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ ഡോമിനേറ്റ് അവർ ഇൻഡസ്ട്രി ആൻഡ് വി ക്യാൻ ക്രിയേറ്റ് ഹ്യൂജ് ഇമ്പാക്ട്. നമുക്കൊരു മറ്റുള്ള പലർക്കും എന്ത് ചെയ്യാൻ പറ്റും, നമ്മളൊരു ഇൻസ്പിറേഷൻ ആയിട്ട് മാറാൻ പറ്റും. വി ക്യാൻ ബിക്കം എ ലീഡർ. സോ ഇത്രയും ബെനിഫിറ്റ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഗോൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. So let's go to the 9th point. It will help you to live your purpose. അതായത് ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പർപ്പസ് ഏറ്റവും മികച്ച രീതിയിൽ ജീവിക്കാൻ അത് സഹായിക്കുന്നു. അതായത് എന്താണ് പർപ്പസ്? നമുക്കെല്ലാവർക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത് നമ്മൾ പണത്തിന് വേണ്ടിയിട്ട് മാത്രമാവരുത്. നമ്മൾ ഇത് ചെയ്യുന്നതിലൂടെ ഒരുപാട് പേർക്ക് ഗുണം ലഭിക്കുന്നുണ്ട്. നമ്മൾ ഇത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വീഡിയോസ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങളെപ്പോലുള്ള ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്കൊരു ഗോൾ ഉണ്ടാവണം, എനിക്ക് ഇങ്ങനെയൊക്കെ ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യണം, അതേപോലെ തന്നെ എനിക്ക് ഇന്ന പൊസിഷനിൽ ഇത്രയും വലിയ ഗോൾ അച്ചീവ് ചെയ്യണം. അങ്ങനെ ഒരു വലിയ ഗോൾ ഞാൻ സെറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ? വലിയ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എനിക്ക് അത്രയും വലിയ രീതിയിൽ എൻ്റെ പർപ്പസ് ജീവിക്കാനുള്ള അവസരമാണ്. ഞാൻ എന്ത് ചെയ്യാണ്, എനിക്കൊരു വേൾഡ് ക്ലാസ് സ്പീക്കർ ആകണം, ഇന്റർനാഷണൽ ലെവലിലുള്ള ട്രെയിനർ ആവണം എന്നുള്ളൊരു ഗോൾ ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, എനിക്കിപ്പോൾ ഈ മലയാളത്തിൽ വീഡിയോസ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഇംഗ്ലീഷിൽ കൂടെ വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്ലാനിങ് കൂടെ വരും, അത്തരത്തിലുള്ള പദ്ധതികൾ വരും, അത്തരത്തിലുള്ള ആക്ഷൻസ് ഞാൻ എടുക്കും. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഈ പറഞ്ഞിരിക്കുന്ന 3 കോടി മലയാളികൾക്ക് അപ്പുറത്തേക്ക് ഒരുപാട് ബില്യൺസ് ഓഫ് പീപ്പിളിനെ എനിക്ക് സെർവ് ചെയ്യാനുള്ള, ഒരുപാട് പേരിലേക്ക് എത്താനുള്ള, എൻ്റെ പർപ്പസ് മികച്ച രീതിയിൽ ജീവിക്കാനുള്ള ഒരു അവസരമായിട്ട് ഇത് മാറ്റിയെടുക്കാനും എനിക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഗോളുകൾ ഇത്തരത്തിലുള്ള രീതിയിലെല്ലാം നമ്മളെ സഹായിക്കുന്നുണ്ട്. ലെറ്റ്സ് ഗോ ടു ദ ഫൈനൽ ആൻഡ് ലാസ്റ്റ് പോയിന്റിലേക്ക് നമുക്ക് കിടക്കാം. 10th പോയിന്റ്. ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു ലിവ് എൻ എക്സൈറ്റിംഗ് ലൈഫ്. അതായത് നമ്മളുടെ ജീവിതം ഓരോ ദിവസവും ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട്, ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, ഹാപ്പി ആയിട്ട്, എനർജറ്റിക് ആയിട്ട് ജീവിക്കാൻ നമ്മളെ ഗോളുകൾ സഹായിക്കുന്നു. കാരണം നമ്മളെ സംബന്ധിച്ച് രാവിലെ എണീക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാണ്, രാവിലെ എണീക്കുന്ന സമയത്ത് ചുമ്മാ ബോറടിച്ച് ഒരു ദിവസത്തേക്ക് നെഗറ്റീവായിട്ട് എണീക്കാതെ ഐ ഹാവ് എ അമേസിംഗ് ഓപ്പർച്യൂണിറ്റി ടുഡേ ടു ഡു ലോട്ട് ഓഫ് തിങ്സ്. അതായത് ഈ ഗോൾ ഉള്ളത് കൊണ്ട് എനിക്ക് അത് ചെയ്യാനുണ്ട്, എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എനിക്ക് അച്ചീവ്മെന്റ് ചെയ്യാനുണ്ട് എന്നുള്ളൊരു വാശി, ഒരു വീറ്, ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് സഹായിക്കും, നമുക്ക് ക്രിയേറ്റ് ചെയ്തു തരും ഈ പറഞ്ഞിരിക്കുന്ന ഗോളുകൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ഗോളുകൾ എന്ത് ചെയ്യണം, നമ്മൾ സെറ്റ് ചെയ്യണം. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗോളുകൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്കത് ചാലഞ്ചസ് ആണ്. ചാലഞ്ചസിനെ ഫേസ് ചെയ്യുമ്പോഴാണ് ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്. വീഡിയോ ഗെയിം കളിക്കുന്നത് നല്ല ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആണ്, പലരും എൻജോയ് ചെയ്യുന്നൊരു ആക്ടിവിറ്റിയാണ്. എന്തുകൊണ്ടാണ് അത് എൻജോയ് ചെയ്യുന്നത്? അതിൽ ഓരോ ഫേസിലേക്ക് കടക്കുമ്പോഴും ചാലഞ്ചസ് ഉണ്ട്. ആ ചാലഞ്ചസിനെ മറികടക്കാൻ അത് നമ്മുടെ ലൈഫ് എന്തുകൊണ്ട് നമുക്ക് വൈ കാൻ വി മേക്ക് അവർ ലൈഫ് ആസ് ലൈക്ക് എ വീഡിയോ ഗെയിം by setting these kind of goals and challenges. So അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നിയമം എക്സൈറ്റിംഗ് ആയിട്ടുള്ള, ഹാപ്പി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ നയിക്കാൻ നമ്മളെ ഇത് സഹായിക്കുന്നതാണ്. സോ ഇത്രയും പോയിന്റ്സുകൾ നിങ്ങൾ മനസ്സിലാക്കിയതോടുകൂടി, കേട്ടതോടുകൂടി നിങ്ങൾക്ക് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ 10ഓളം പോയിന്റുകൾ ഇവിടെ ഷെയർ ചെയ്ത് കഴിഞ്ഞു. അതായത് നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യണോ വേണ്ടിയോ എന്ന ഒരു തീരുമാനം എടുക്കാൻ ഈ പോയിന്റ്സുകൾ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു കാര്യം മനസ്സിലാക്കുക, ഇത്രയും ബെനിഫിറ്റ്സുകൾ തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ഗോളുകൾ നമ്മൾ സെറ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ വിജയത്തിലേക്ക് നമ്മൾ എടുക്കണം. ഒരു ബോണസ് പോയിന്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. 11ാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ ബോണസ് പോയിന്റ് നൽകുകയാണ്. അതായത് നമ്മൾ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ വിജയത്തിലേക്ക് എത്താനുള്ള സാധ്യത വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. വിജയത്തിലേക്ക് എത്താനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. അത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, രാവിലെ നിങ്ങൾ കാലത്ത് എണീറ്റിട്ട് എന്ത് ചെയ്യാണ്, ഇന്ന് കോഴിക്കോട് പോകണം എന്നുള്ളൊരു ലക്ഷ്യം നിങ്ങൾക്കുണ്ട്. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ കോഴിക്കോട് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 99.9% അദ്ദേഹം അവിടെ എത്തും. ഓൺലി 0.1% മാത്രമേ അദ്ദേഹം എത്താനുള്ള സാധ്യത ഇല്ലാണ്ടാവുന്നുള്ളൂ. എന്നാൽ ഈ പറഞ്ഞിരിക്കുന്ന ലക്ഷ്യങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തി 99.9% കോഴിക്കോട്ടേക്ക് പോകാനുള്ള ഒരു സാധ്യതയില്ല. കാരണം എന്താ, അദ്ദേഹത്തിന് അങ്ങനെ ഒരു ലക്ഷ്യമേ ഇല്ല. ജീവിതത്തിൽ ലക്ഷ്യങ്ങളുള്ള വ്യക്തികൾ എന്ത് ചെയ്യുന്നു, അത് എഴുതി വെക്കുന്ന വ്യക്തികൾ എന്ത് ചെയ്യുന്നു, അവര് വിജയിക്കാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. നമ്മുടെ ജീവിതം വിജയകരമാകാൻ, സന്തോഷമുള്ളതാകാൻ, സൗഖ്യം നിറഞ്ഞതാകാൻ, പ്രയാസങ്ങളില്ലാത്തതാകാൻ, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാൻ നമുക്ക് ലക്ഷ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായിട്ടും ഇതിൽ നിന്ന് നിങ്ങളൊരു തീരുമാനമെടുക്കുക. ഇതുവരെ ലക്ഷ്യങ്ങൾ എഴുതി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്പെൻഡ് ഇനഫ് ക്വാളിറ്റി ടൈം വിത്ത് യുവർ സെൽഫ്. Sit down, take a pen and paper and ask yourself, what do you want? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങളുടെ ഹൃദയത്തിനോട് ചോദിക്കുക. മറ്റുള്ളവർ പറയുന്നതല്ല, സൊസൈറ്റി പറയുന്നതല്ല, നിങ്ങളുടെ ഹൃദയത്തിനോട് ചോദിക്കുക, എന്താണ് എനിക്ക് വേണ്ടത്? നിങ്ങളുടെ ചെറുപ്പത്തിലുള്ള ആഗ്രഹങ്ങൾ എന്തൊക്കെയായിരുന്നു? ലോകം മുഴുവൻ ട്രാവൽ ചെയ്യണം എന്നുള്ളതാണോ? അതല്ല നിങ്ങൾക്ക് അടിപൊളി വാഹനങ്ങൾ സ്വന്തമാക്കണം എന്നുള്ളതാണോ? Whatever it is, it doesn't matter how big it is, it doesn't matter how crazy and different and unique it is. You can
have it, you can achieve it, you deserve it. Because നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് ജീവിക്കാനുള്ള അർഹത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഗോളുകൾ സെറ്റ് ചെയ്യുക, മുന്നോട്ട് പോവുക. എന്തായാലും നിങ്ങൾക്ക് ഗോളുകൾ സെറ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറയാണ്. ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: ഏത് കാര്യമാണ് നിങ്ങളെ ത്രില്ലടിപ്പിക്കുന്നത്? ഏത് തരത്തിലുള്ള ലൈഫ് സ്റ്റൈലാണ് നിങ്ങളെ ത്രില്ലടിപ്പിക്കുന്നത്? ആ ചോദ്യത്തിന് ആൻസർ കണ്ടെത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ ഏരിയാസിലും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഗോളുകൾ സെറ്റ് ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വീഡിയോസ് വരുന്നതാണ്. എനിവേ, നിങ്ങൾക്കതല്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇൻഡെപ്ത് കോച്ചിങ് ട്രെയിനിങ് ആവശ്യമുണ്ട് എങ്കിൽ ഷാഫി ഇൻസ്പയർസിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. ഗോൾ സെറ്റിംഗ് പ്രോസസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ 2021 വരികയാണ്, പുതുവർഷം വരികയാണ്. ഈ പുതുവർഷത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞിരിക്കുന്നത് എങ്ങനെ ഗോൾ സെറ്റ് ചെയ്യാം, പുതുവർഷത്തിനെ എങ്ങനെ വരവേൽക്കാം, എന്നിട്ട് നിങ്ങളുടെ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ തയ്യാറാക്കി പുതിയൊരു പ്ലാനോട് കൂടി ഈ പുതുവർഷം നമുക്ക് ആരംഭിക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, കോച്ചിങ് ലഭിക്കണം താല്പര്യമുണ്ടെങ്കിൽ, വളരെ കുറഞ്ഞ ഫീസോട് കൂടി നമ്മൾ നടത്തുന്ന ഒരു 3 hour സെമിനാർ ഉണ്ട്. ആ സെമിനാറിൽ നിങ്ങൾ പങ്കെടുക്കുക. വ്യക്തമായിട്ടുള്ള ഒരു ലൈഫ് പ്ലാനോട് കൂടി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മടങ്ങാവുന്നതാണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എങ്ങനെ ഗോൾ സെറ്റ് ചെയ്യണം, ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ വരുത്തുന്ന പല മിസ്റ്റേക്സുകളുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഗോൾ അച്ചീവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡെഡ് ലൈൻ ഇൻഗ്രീഡിയൻസ് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. എങ്ങനെയാണ് ഡെഡ് ലൈൻ നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, 4 ടൈപ്പിലുള്ള ഗോളുകളുണ്ട്. ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. ഇതെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന വർക്ക്ഷോപ്പാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ ലൈഫ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളിലേക്ക് വരുന്നതാണ്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. ഷാഫി ഇൻസ്പയർസിന്റെ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ, കൂടുതൽ തരത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ. എനിവേ, വീഡിയോ ഉപകാരപ്പെടുന്ന പ്രതീക്ഷയോടുകൂടി അടുത്ത വീഡിയോയിൽ കാണുന്ന പ്രതീക്ഷയോടുകൂടി ഇപ്പം പിൻവാങ്ങുന്നു. ദിസ് ഇസ് മീ ഷാഫി മുഹമ്മദ്. സീ യു ലേറ്റർ. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.